Dear students, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീക്വൻസി മോഡുലേറ്റഡ് കണ്ടിന്യൂസ് വേവ് റഡാർ ആണ്. സോ എന്താണ് കണ്ടിന്യൂസ് വേവ് റഡാർ എന്നുള്ളത് പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഓക്കെ, സോ ആ ഒരു വീഡിയോ കണ്ടു നോക്ക്, എന്താണ് കണ്ടിന്യൂസ് വേവ് റഡാർ എന്നുള്ളത് മനസ്സിലാവും. ഇനി ഫ്രീക്വൻസി മോഡുലേറ്റഡ് കണ്ടിന്യൂസ് വേവ് റഡാറിനകത്ത് ഇറ്റ് ട്രാൻസ്മിറ്റ്സ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് റഡാർ സിഗ്നൽ വിത്ത് ആസ് ഇൻ continuous wave radar, but the frequency is rapidly നമ്മൾ എന്ത് ചെയ്യും വേരി ചെയ്യും. ഓക്കെ, ഒരു റെഗുലർ ഇന്റർവെൽസിലെ ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യും മോഡുലേറ്റ് ചെയ്യും, കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യും. By combining the effect of Doppler shift and the frequency modulation, frequency modulated continuous wave radar determine the relative velocity and measure the range to the target. Okay, ഇനി അതിന്റെ കറസ്പോണ്ടിങ് ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് വേവ് റഡാറിനകത്ത് ദ ഫ്രീക്വൻസി ഓഫ് ട്രാൻസ്മിറ്റഡ് പൾസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഹെൻസ് ദ ഫ്രീക്വൻസി ഈസ് റാപ്പിഡ്ലി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. ബട്ട് ഇൻ കണ്ടിന്യൂസ് വേവ് the high power may leads to in the case of continuous wave radar, high power may leads to damage of receiver. So in frequency modulated continuous wave radar ലാത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രശ്നം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു എങ്ങനെയാണ് റഡാറും ഡോപ്ലർ മെഷർമെന്റ് ഒക്കെ നമ്മൾ ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫ്രീക്വൻസി വേഴ്സസ് ടൈം ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ ആണ്. അപ്പോൾ ഫ്രീക്വൻസി എക്സ്കേർഷൻ സ്വീപ്പ് ബാൻഡ്വിഡ്ത്ത് ബി സ്വീപ്പ് എന്ന് പറയുന്നത്. സോ ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ എന്ന് വെച്ചോ, ഫ്രീക്വൻസി വേവ് ഫോം എന്ന് വെച്ചോ. ഇനി ടി ഡി എന്ന് പറയുന്ന ഡോപ്ലർ ഷിഫ്റ്റ് ആണ്. ആ കറസ്പോണ്ടിങ് ടാർജറ്റിന്റെ സിഗ്നൽ ആണ് ഈ റെഡിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ സ്വീപ്പ് ടൈം. ടി എസ് എന്ന് പറയുന്നത് സ്വീപ്പ് ടൈം ആണ്. ഈ ടി ഡി എന്ന് പറയുന്നതാണ് ഈ പാരാമീറ്റർ. In frequency modulated continuous wave signal, the transmitted frequency is changed as a function of time in a known manner and the frequency linearly increases with time. That is TD by TS. So ഈ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ TD by TS എന്ന് പറയുന്നത് TD by entire duration TS is equal to FP divided by entire sweep P sweep. Okay, take it as equation 1. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, TD ക്ക് പകരം 2R by C by TS എന്ന് എഴുതാമല്ലോ. TD ക്ക് പകരം 2R by C എഴുതാം, by TS ബാക്കി പാരാമീറ്റേഴ്സ് ഒക്കെ അങ്ങനെ തന്നെ. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് കിട്ടും, റേഞ്ചിന്റെ ഇക്വേഷൻ കിട്ടും. അതിനകത്ത് TD is the delay line, TS is the sweep time, B sweep എന്ന് പറയുന്നത് sweep bandwidth and FB is the beat frequency. ഇനി moving targets introduces a Doppler frequency shift. ആ frequency shift എന്ന് പറയുന്നത് FB equal to 2 into VR by lambda. സോ തൊട്ട് മുന്നത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഈ കറസ്പോണ്ടിങ് ആയിട്ട് വി ആർ ബൈ ലാംഡ ആണല്ലോ. സോ നമ്മുടെ തൊട്ട് മുന്നത്തെ ഇക്വേഷൻ ഏതാന്ന് നോക്കാം. ഇക്വേഷൻ 3 നോക്കി. ഇക്വേഷൻ 3യിൽ നിന്ന് ഇതാണ് ഇക്വേഷൻ 3 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്വേഷൻ 3നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് മോഡിഫൈ ചെയ്യാൻ പറ്റും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ദിസ് ഇസ് ദ കറസ്പോണ്ടിങ് വാല്യൂ. ഓക്കെ, ഇനി റേഞ്ച് ഇക്വേഷൻ വിത്ത് Doppler effects. So this is the corresponding, ഇതാണ് നമ്മുടെ frequency time relationship in frequency modulated continuous wave radar when the received signal is shifted in frequency by Doppler effect. So ഇതെന്ന് പറയുന്ന solid line transmitted signal, ആ dotted line എന്ന് പറയുന്നത് received signal ആണ്. അതിന്റെ corresponding beat frequency ആണ് കാണിച്ചിരിക്കുന്നത്. Okay, so first one transmitted, അതേപോലെ echo, and second one beat frequency. If the target is approaching the radar, the beat frequency FB produced during increasing or up portion of the frequency modulated cycle will be the difference between the beat frequency due to the range FR and the frequency Doppler frequency shift. Okay, അതായത് ടാർജറ്റ് അപ്രോച്ചിങ് ആണ് എന്നുണ്ടെങ്കിൽ the corresponding beat frequency എന്ന് പറയുന്നത് FR minus FP ആയിരിക്കും. FR എന്ന് പറയുന്നത് എന്താണ്, ബീറ്റ് ഫ്രീക്വൻസിയും FT എന്ന് പറയുന്നത് ഡോപ്ലർ ഷിഫ്റ്റും ആണ്. ഇനി ഡിക്രീസിങ് ആണ് എന്നുണ്ടെങ്കിൽ സിമിലർലി ഓൺ ദ ഡിക്രീസിങ് പോർഷൻ, ഈ ഒരു ഡിക്രീസിങ് പോർഷനിൽ അവിടെ വരുന്ന ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FR-ന്റെയും FT-ന്റെയും സം ആണ്. ഓക്കെ, സോ ഇത്രയും വരുമ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുമല്ലോ. സോ ഇറ്റ് കീപ്സ് ഓൺ റിപ്പീറ്റിംഗ്. അപ്പൊ നമുക്ക് എഴുതാം, സോ FBU the beat frequency on decreasing portion, it's a sum of the two അല്ലേ. ഡിക്രീസിങ് പോർഷൻ രണ്ടും അതിന്റെ സം ആണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും FBU എന്ന് പറയുന്നത് FB മൈനസ് FD. അതായത് FBU എന്ന് പറയുന്ന പോർഷൻ എന്താണ്, once again
FBU എന്ന് പറയുന്നത് സിഗ്നൽ ഇൻക്രീസ് ചെയ്യുന്ന സമയത്തുള്ളതാണ്. ദാറ്റ് ഇസ് FB minus FD ആൻഡ് FBD എന്ന് പറയുന്ന ഡിക്രീസിംഗ് ടൈമിൽ FB plus FD. So we can find FD from using this equation. FB equal to FB and FD നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. FB എന്ന് പറയുന്നത് FBD plus FBU divided by 2. അതേപോലെ FD എന്ന് പറയുന്നത് രണ്ടിന്റെയും കൂടെ ഡിഫറൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ 3 മുന്നേ നമ്മൾ ചെയ്തു വെച്ചിരുന്ന ആറിന്റെ ഇക്വേഷൻ നമുക്ക് ഈ രീതിയിൽ മോഡിഫൈ ചെയ്യാം. ഓക്കെ, so equation 4 ൽ നിന്ന് we can find the value of VR also. So ഇതാണ് corresponding concept എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഒരു മോഡുലേറ്റർ ഉണ്ട്, സിഗ്നൽ ഫ്രീക്വൻസി മോഡുലേറ്റർ ആയിട്ടുള്ള സിഗ്നൽ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ അതിന്റെ ഒരു പോർഷൻ റെഫറൻസ് ആയിട്ട് മിക്സറിൽ കൊടുത്തിട്ടുണ്ടാവും. ഇനി അത് റിസീവ് ചെയ്യും, ഇതിന്റെ ഡിഫറൻസ് എടുക്കും, കിട്ടുന്ന ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ ആംപ്ലിഫൈ ചെയ്ത് ലിമിറ്റ് ചെയ്ത് നമ്മൾ അതിന്റെ ഫ്രീക്വൻസി എല്ലാം മെഷർ ചെയ്തതിനു ശേഷം നമ്മൾ ഇൻഡിക്കേറ്ററിൽ പോയി നമ്മൾ എന്ത് ചെയ്യും, അത് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ നോർമലി ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്, ഹെറ്ററോഡൈൻ റിസീവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ എങ്ങനെയാണ് യൂസ് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെയും ഫ്രീക്വൻസി മോഡുലേറ്ററിൽ യൂസ് ചെയ്യുന്നത്. അവിടെയും കണ്ടിന്യൂസ് വേവിൽ നമ്മൾ ഹെറ്ററോഡൈൻ റിസീവർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇനി വാട്ട് ആർ ദ മേജർ അഡ്വാൻറ്റേജസ്? The range and radial velocity of the target can be calculated simultaneously, and high accuracy in range measurement is possible using frequency modulated continuous wave radar. So ഇത്രയാണ് frequency modulated continuous wave radar ന്റെ concept എന്ന് പറയുന്നത്. So വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. സോ തിയറി ആണ്, ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക, അതിന്റെ വേവ് ഫോംസ്, ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ വേവ് ഫോംസ്, തിയറി, ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫ്രീക്വൻസി FW കണ്ടിന്യൂസ് വേവ് ഓൾട്ടിമീറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.